വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എപ്പോഴും വിചാരിക്കുന്ന മാതിരി വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഓഫീസിലേക്കാണ്. ഓഫീസിൽ വിഷു ആഘോഷം നടക്കുന്നുണ്ടെന്ന് കേട്ടോ, അതിൻ്റെ പരിപാടിയാണ്. അപ്പം ഇന്ന് മോനൂനെയും കൊണ്ടുപോകാൻ വിചാരിച്ച്. ഞാൻ വിഷുവിൻ്റെ പരിപാടിക്ക് പോകുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് പല്ല് പറിക്കാനുണ്ടായിരുന്നു, പല്ല് പറിക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ പിന്നെ അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിപ്പോൾ വിഷുവിൻ്റെ പരിപാടിക്ക് പോണത്. നേരെ വൈകിയാണ്, അത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. വൈകിയത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എപ്പോഴും നേരം വൈകിട്ടല്ലേ. അപ്പോൾ സമയം വന്നിട്ട് 11 മണിയായിട്ടുണ്ട്. 11 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞതാണ്. അപ്പം ഞാൻ മാമനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. മാമനോടൊന്നാണ്ട് ആക്കി തരാൻ പറഞ്ഞിട്ട് വരുമ്പോൾ ബസ്സിന് വരാമല്ലോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോക്കും വരവും തന്നെ ആയിരുന്നു പല്ലിൻ്റെ കാര്യത്തിന്. അപ്പോൾ വീട്ടിൽ മോനെ ആക്കിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് മോനെ കൊണ്ടുപോവാം, 2 ദിവസമായില്ലേ അമ്മ മോനെ കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് മോനെ കൊണ്ടുപോവാൻ വിചാരിച്ചു. അപ്പോൾ മാമ വരാൻ പറഞ്ഞിട്ടുണ്ട്, മാമ അവിടെ കാത്തിക്കുണ്ടാവും. അപ്പോൾ മാമനാണ്ട് ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഫീസിൽ പോയിട്ട് വരല്ലേ, പൈസ കുടിച്ചിട്ട് വരല്ലേ. പാട്ടിയ അപ്പോൾ പാട്ടി ഞാൻ കിതക്കണ്. ഒരു ടാറ്റെടുത്താ, ടാറ്റെടുക്ക് മിച്ചക്ക്, ടാറ്റ ചോദിച്ച പാട് കിട്ടൂല കേട്ടോ, കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതേ ഞാൻ വീഡിയോ ഓഫ് ചെയ്ത പാടന്നെ ആൾ ചാറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേ മാമൻ വന്നിട്ടുണ്ട്. മാമൻ്റെ കൂടെയാണ് നമ്മൾ ഓഫീസിൽ പോകുന്നത്. മാമൻ കൂട്ടായ റോട്ടിനാണ് കേട്ടോ പോയിരുന്നത്. നല്ല രസമില്ലേ സ്ഥലം കാണാൻ. അപ്പം നമ്മൾ ലേറ്റ് ആയിട്ടായാലും എന്താ, ഷാർപ്പ് 11 മണിക്ക് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കീ ചെയിൻ ഇറക്കിയിട്ടുണ്ട് പുതിയതായിട്ട്. ആ കീ ചെയിൻ ഇതേ സാറിൻ്റെ കയ്യിൽ നിന്ന് ഞാനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ വാങ്ങുന്നതല്ല കേട്ടോ, നമ്മൾ ഓരോ ടാർഗറ്റും കാര്യങ്ങളും നമ്മളത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നതാണ്. അങ്ങനെ ഞാനും വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ കീ ചെയിൻ വന്നിട്ട്. അപ്പോൾ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാറിനും പുതിയൊരു കീ ചെയിൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സാറ് നമ്മളടുത്ത് കുറച്ച് നേരം സംസാരിച്ച്, നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാറായിരുന്നു അടുത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് സാറിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നമ്മളെ പേടി, ഭയം, അതിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും വീഡിയോ എടുത്തപ്പോൾ കറക്റ്റ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളെ പായസത്തിൻ്റെ വരവ് ഗൈസ്. വിഷു അല്ലേ, വിഷു പരിപാടിക്കല്ലേ നമ്മൾ വന്നിക്കുന്നത്, അല്ലാതെ മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കാനാണോ? അല്ല. അപ്പോഴത്തേക്ക് നമ്മൾ പായസവും കുടിച്ച് അതിൻ്റെ ഇടയിൽ സാറിൻ്റെ മോട്ടിവേഷണൽ സ്പീച്ചും ഉണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ പായസം കുടിച്ച് കഴിഞ്ഞ് സാറിൻ്റെ മോട്ടിവേഷണൽ സ്പീച്ചും കഴിഞ്ഞ് നമ്മൾ വിഷു പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ സാറിൻ്റെ വക വിഷു കൈനീട്ടവും ഉണ്ട് കേട്ടോ എല്ലാവർക്കും. ആദ്യം പറഞ്ഞിരുന്നത് ഓരോ ടാർഗറ്റ് അച്ചീവ് ചെയ്തവർക്ക് മാത്രമേ വിഷു കൈനീട്ടമുള്ളൂ എന്നായിരുന്നു. പിന്നീട് അത് മാറ്റി എല്ലാവർക്കും വിഷു കൈനീട്ടാക്കി. പിന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്തവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റും. സമാധാനവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോ മാഡമാണ് ഈ വർഷത്തെ ആദ്യത്തെ പ്രിവിലേജ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. ആ പ്രിവിലേജ് ഈ പറഞ്ഞ പോലെ തന്നെ വെബിനാറിലൂടെ കിട്ടിയിട്ടുള്ള പ്രിവിലേജുമാണ്. അപ്പോൾ മാഡത്തിന് ഈ ഒരുപാട് പ്രിവിലേജുകൾ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇതിന് നല്ലൊരു കൈഡി കൊടുക്കാൻ ഇതിന്റെ മാനേജർ ഇവിടെ ഇല്ല. അപ്പം ദേ ഈ നിൽക്കുന്നത് എൻ്റെ യൂണിറ്റ് മാനേജറും എൻ്റെ ടീമിൽപ്പെട്ട കുട്ടിയുമായിരുന്നു കേട്ടോ. അതുവരെ കറണ്ട് ഇല്ലാതെ അപ്പം കറണ്ട് വന്നപ്പോൾ പിന്നെ എല്ലാവരുടെയും സംസാര വിഷയം അവരായിരുന്നു. ഐശ്വര്യമുള്ളവരാണ്, ഐശ്വര്യം ഉള്ളതുകൊണ്ടാണ് കറണ്ട് വന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചിരിയും ഒക്കെ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളെ പായസ പാക്കാണ് ഗിഫ്റ്റ് വന്നിട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പേര് വരാത്തതുണ്ടായിരുന്നു, വരാൻ പറ്റാത്തവരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതേ വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ട് സാറേ. വരാത്തവർക്കൊക്കെ എന്താ പറയുക, നമ്മുടെ ഒരു ഓഫീസിൽ ഇങ്ങനെ ഒരു ഇത് നടക്കുമ്പോൾ വരാത്തവർക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് തൽക്കാലം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവില്ലേ, ഇവിടെ പങ്കെടുത്തതുപോലെ ഒരു ഫീലിംഗ് കിട്ടൂലേ. കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും വരിയായിട്ട് വരുന്നുണ്ട്. സാറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അസ്ലം സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളുമാണ് കേട്ടോ.
ചുമ്മാ തള്ളുന്നതൊന്നുമല്ല, നല്ല സപ്പോർട്ടും കാര്യങ്ങളാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകൾ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അസ്ലം സാറ് വന്നത് പിന്നെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളുമാണ്. നല്ലോണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. മോന് ഈ അന്തം വിട്ട് നോക്കി വെക്കുന്നത് ഇത്രേ ആൾക്കാരെ കണ്ടിട്ടും അവിടെ എന്താ ഇപ്പം നടക്കുന്നതെന്ന് കണ്ടിട്ടുമാണ് കേട്ടാ. അപ്പം അതേ രാധിക കൊച്ച് സാറിനൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. കാലിൽ വീണ് പ്രണാമൊക്കെ വാങ്ങിയിട്ട് സാറ് പേടിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ എല്ലാവരുടെ ഊഴം കഴിഞ്ഞാൽ ലാസ്റ്റ് എൻ്റെ ഊഴമായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന കാരണം ലേറ്റായിപ്പോയി. അപ്പോൾ ഇതേ നമ്മളെ മോനുനെയും കൊണ്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സാറ് നല്ലൊരു ഷെയ്ക്കാൻഡും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ JOTCയും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ട് അതും യൂട്യൂബിലിടണം എന്നൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാ. അപ്പോൾ അതേ ഒരു ടീം ലീഡറും കൂടി സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അവരെ ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട്. സെറ്റ് സാരിയിലൊക്കെ സുന്ദരികളായിട്ട് വന്നതല്ലേ. അപ്പോൾ അതൊന്നും എടുത്ത് വന്നപ്പോഴേക്കും ദേ കൊടുക്കുന്ന ഗിഫ്റ്റ്, അന്ന് കൊടുത്തതിൻ്റെ ഗിഫ്റ്റ് ബാക്കി വാങ്ങിക്കാത്തവർക്കുള്ള കൊടുക്കലായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് മോനൂസിന് പായസം കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളത് ഓർത്തത്. നമ്മൾ പായസം കുടിക്കുമ്പോൾ മോനൂസ് കിടന്ന് ഉറങ്ങായിരുന്നേ. അപ്പോൾ അവനക്ക് പായസം വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് അവനും കുടിച്ച് ബാക്കി ഞാനും കുടിച്ച്. അപ്പോഴേ നമ്മൾ ഓഫീസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി വരുമ്പോഴാണ് കാദർക്കയും ടീമും ഇരുന്ന് കഥ പറയുന്നത്. അപ്പം നമ്മളും വന്ന് കാദർക്ക വിളിച്ചിട്ട് അങ്ങനെ കാദർക്ക ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു മോനൂസിന്. മിഠായി വാങ്ങിക്കൊടുക്കാൻ കുറേ നിന്നതാണ്, ഞാൻ വേണ്ട പറഞ്ഞ്. ഈ പല്ലുവേദന ഉള്ളിടത്ത് ഞാനത് തിന്നീർക്കേണ്ടി വരും, എനിക്ക് കെൽപ്പില്ല അതിന്. മോനും ആണെന്നുണ്ടെങ്കിൽ വാശി പിടിക്കുന്നത് താഴത്ത് ഇറക്കി കൊടുക്കാൻ വേണ്ടി അവനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഓനവിടെ എൻജോയ് ചെയ്ത് നടക്കട്ടെ. അപ്പോൾ ഇതേ അടുത്ത ടീം എത്തിയിട്ടുണ്ട്, റഹ്മത്തും കുട്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും ലെയിമൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ കിസ പറഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ മോനും എൻ്റെ മോനും അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷു പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ.